Dear students, welcome to Learner's World. In this video, I'm going to talk about Model Question Paper Analysis 2026, Semester 4 VSc Commerce and Management, Calicut University. അപ്പോൾ ഇവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കോമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ VSc. ഇതിൽ 3 സെക്ഷനായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്കറിയാവുന്നതാണ് സെക്ഷൻ എ എന്ന് പറയുന്നത് 2 or 3 സെൻറ്റൻസസിൽ ആൻസർ ചെയ്യാൻ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ സീലിംഗ് 16 ആണ്. സെക്ഷൻ ബി എന്ന് പറയുന്നത് 6 മാർക്കിന് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ സീലിംഗ് 24 ആണ്. സെക്ഷൻ സി എന്ന് പറയുന്നത് ആൻസർ എനി വൺ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. 200 വേർഡ്സിന് എഴുതാനുള്ള ലോങ് എസ്സേ ആണ്. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനും നോക്കാം. സെക്ഷൻ എ, ആൻസർ ഓൾ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്സ്, സീലിംഗ് 16. അപ്പോൾ 10 ക്വസ്റ്റ്യൻ ഉണ്ട്. 2 or 3 സെൻറ്റൻസസിൽ ആൻസർ ചെയ്യാനാണ്. 2 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ കിട്ടുന്നത്. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും വായിച്ച് നോക്കാം, ഏത് വർക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇമാജസ് ഡസ് ദ പോയറ്റ് യൂസ് ടു ഷോ ദ പോവർട്ടി ഓഫ് ഹോംസ് ഇൻ കാലഹണ്ടി? അപ്പോൾ കാലഹണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ജഗന്നാഥ് പ്രസാദ് ദാസ് എഴുതിയിട്ടുള്ള ഒരു കവിതയിൽ നിന്നുള്ള ചോദ്യമാണ്. അവിടെയുള്ള വീടുകളിലെ പോവർട്ടി, പട്ടിണീനെ കാണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. The poet uses stark images like cracked earth, empty pots, and the weary, sunken eyes of the people. These descriptions highlight the lack of food, water, and basic resources, painting a picture of extreme hardship and neglect. അപ്പോൾ പോവർട്ടിനെ കാണിക്കാൻ ഒരുപാട് ഇമേജറി കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ക്രാക്കഡ് എർത്ത്, വിണ്ട് കയറിയിരിക്കുന്ന ഭൂമി, കൃഷിയിടങ്ങൾ, അതുപോലെ എംറ്റി പോട്ട്സ്, അതായത് ഒഴിഞ്ഞു കിടക്കുന്ന പാത്രങ്ങൾ, അതുപോലെ അവിടെയുള്ള ആളുകളുടെ കുഴിഞ്ഞ കണ്ണുകൾ, ഇതൊക്കെ പോവർട്ടിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വാട്ട് മെത്തേഡ്സ് ഡിഡ് സ്റ്റാപ്പിൾസ് അഡോപ്റ്റ് ടു മേക്ക് ഹിംസെൽഫ് സീം ലെസ് ത്രെട്ടനിങ്? എന്ത് മെത്തേഡാണ് സ്റ്റാപ്പിൾ ഉപയോഗിച്ചിട്ടുള്ളത് താൻ അത്ര ഭീഷണി ഉള്ള ആളല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്? ഇത് ബ്ലാക്ക് മെൻ ആൻഡ് പബ്ലിക് സ്പേസ് ബൈ ബ്രെൻ സ്റ്റാപ്പിൾസ്, ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്രെൻ സ്റ്റാപ്പിൾസ് ആണ് എഴുതിയിട്ടുള്ളത്. To appear less dangerous as a black man in public spaces, Staples would whistle classical music like Vivaldi, dress formally, and keep a respectful distance from others on the street. These were ways to signal that he was a peaceful, educated citizen. അപ്പോൾ താനൊരു ഡേഞ്ചറസ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് ഒരു ബ്ലാക്ക് മാൻ എന്ന തരത്തിൽ ആളുകൾക്ക് പേടി ബ്ലാക്ക് മാൻ എന്ന് പറയുന്ന ആ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക് ഇങ്ങനെ വിസിൽ ചെയ്യായിരുന്നു, നല്ല ഫോർമലി ആയിട്ട് ഡ്രസ്സ് ചെയ്യായിരുന്നു, മറ്റുള്ളവരുമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യായിരുന്നു, ഇതൊക്കെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഡിസ്ക്രൈബ് അക്രോണിംസ് ഇൻ റിലേഷൻ ടു ബ്രാൻഡ് നെയിംസ്. ബ്രാൻഡ് നെയിമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അക്രോണിംസിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഹൗ ടു ക്രിയേറ്റ് എ ഗ്രേറ്റ് ബ്രാൻഡ് നെയിം ബൈ ജനാർദൻ ബെൽ, ഇതിൽ നിന്നെടുത്തിട്ടുള്ളൊരു ചോദ്യമാണ്. അക്രോണിംസ് ആർ ബ്രാൻഡ് നെയിംസ് ഫോംഡ് ബൈ ടേക്കിംഗ് ദ ഫസ്റ്റ് ലെറ്റേഴ്സ് ഓഫ് എ ലോങ്ങർ നെയിം. ഫോർ എക്സാമ്പിൾ, KFC സ്റ്റാൻഡ് ഫോർ Kentucky Fried Chicken. Brands use acronyms because they are short, easy to remember, and sound more modern or professional. Acronyms എന്ന് പറഞ്ഞാൽ ചുരുക്കപ്പേരുകളാണ്. അതായത് KFCൻ്റെ ശരിക്കുള്ള പേര് കെൻറ്റുക്കി ഫ്രൈഡ് ചിക്കൻ എന്നുള്ളതാണ്. KFC എന്നുള്ളതാണ് അക്രോണിമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ അക്രോണിംസ് ഉപയോഗിക്കുന്നത് നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമാണ്, അതുപോലെ കുറച്ചും കൂടെ മോഡേൺ ആൻഡ് പ്രൊഫഷണൽ ആയിട്ടൊക്കെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഡിഫൈൻ സോഷ്യൽ മീഡിയ എറ്റിക്വറ്റ്. സോഷ്യൽ മീഡിയ എറ്റിക്വറ്റിനെ കുറിച്ചിട്ട് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എടുത്തിരിക്കുന്നത് എക്സെപ്റ്റ് ഫ്രം സോഷ്യൽ മീഡിയ എത്തിക്സ് ആൻഡ് എറ്റിക്വറ്റ്സ് ബൈ കാരോലിൻ കോൺ.
Social media etiquette refers to the unwritten rules of good behavior online. It includes being respectful to others, avoiding trolling or bullying, checking facts before sharing information, and protecting your own and others' privacy. സോഷ്യൽ മീഡിയ എറ്റിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ടിരിക്കുമ്പോൾ നല്ല ബിഹേവിയർ ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ നല്ല ബിഹേവിയർ കാഴ്ചവെക്കുക എന്നുള്ളതാണ്. അതിൽ വരുന്നതാണ് മറ്റുള്ളവരെ നമ്മളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവരെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. മറ്റുള്ളവരെ ട്രോൾ ചെയ്യുന്നതിലും അവരെ സൈബർ ബുള്ളിങ് നടത്തുന്നതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക. ഫാക്ട്സുകൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതൊന്നും കൂടെ ചെക്ക് ചെയ്യുക, കൃത്യമായിട്ടുള്ളതാണോ എന്നുള്ളത്. ഓക്കെ, മറ്റുള്ളവരുടെ പ്രൈവസി, നമ്മളെ പ്രൈവസിയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ എറ്റിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് കൺക്ലൂഷൻ ഡിഡ് ദ സുപ്രീം കോർട്ട് മേക്ക് അബൌട്ട് ദ യൂസ് ഓഫ് DDT ഇൻ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്? അതായത് സുപ്രീം കോർട്ട് നടത്തിയിട്ടുള്ള ഒരു കൺക്ലൂഷൻ എന്തായിരുന്നു DDTനെ കുറിച്ചിട്ട്? DDT മീൻസ് ഡിസെപ്ഷൻ ഡിറ്റക്ഷൻ ടെസ്റ്റ് ആണ്. ഇത് എടുത്തിട്ടുള്ളത് എക്സെപ്റ്റ് ഫ്രം സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ് ഓൺ പോളിഗ്രാഫ് നാർക്കോ അനാലിസിസ് ആൻഡ് ബ്രെയിൻ മാപ്പിംഗ് എ ബോൺ ഓർ ബെയിൻ ബൈ സുരേഷ് പടാമാത്ത്. The court concluded that deception detection tests such as polygraph or brain mapping cannot be forced upon an individual. Using them without consent violates a person's right against self-incrimination and their personal liberty. അപ്പോൾ ഈ DDT ഡിസെപ്ഷൻ ഡിറ്റക്ഷൻ ടെസ്റ്റ് അതിൽ വരുന്നതാണ് പോളിഗ്രാഫ്, ബ്രെയിൻ മാപ്പിംഗ് തുടങ്ങിയിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇതൊരു ആളുടെ കൺസെൻ്റ് ഇല്ലാതെ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾക്ക് ചെയ്യാനുള്ള അധികാരമില്ല എന്നുള്ളതായിരുന്നു സുപ്രീം കോർട്ടിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഫിലിംസ് ടൈറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇത് എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിമിൽ നിന്നാണ്, ഡയറക്റ്റഡ് ബൈ അനുജ് രാമചന്ദ്രൻ. The title likely refers to the clear-cut moral differences or the racial or social tensions explored in the film. It suggests a world where things are seen in extremes, good versus evil, or one group versus another, without acknowledging the grey areas of reality. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ റെഫർ ചെയ്യുന്നത് റേഷ്യൽ ഓർ സോഷ്യൽ ടെൻഷൻസ് ഈ ഒരു ഫിലിമിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഗുഡ് ആൻഡ് ഈവിൾ തമ്മിലുള്ള ഒരു ഡിഫറൻസസ് ഇതിൽ പറയുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് രണ്ടും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഹൗ ഡസ് ഡോക്ടർ താഡിയസ് റിയാക്ട് വെൻ ഹി ലേൺസ് അബൌട്ട് എർത്ത് സിഗ്നിഫിക്കൻസ്? എങ്ങനെയാണ് ഡോക്ടർ താഡിയസ് റിയാക്ട് ചെയ്തത് അദ്ദേഹം എർത്തിൻ്റെ ഇൻസിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ട് ലേൺ ചെയ്ത സമയത്ത്? ഇത് ദ തിയോളജിയൻസ് നൈറ്റ്മെയർ ബൈ ബെർട്രാൻഡ് റസൽ. Dr. Thaddeus experiences a sense of cosmic humility or shock. Learning how to the earth is compared to the vast universe make human problems and ego seem very small and unimportant. അപ്പോൾ അദ്ദേഹം വളരെ ഷോക്കായിട്ടും അതുപോലെ തന്നെ ഒരു കോസ്മിക് ഹ്യൂമിലിറ്റി ഒക്കെയാണ് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തത്. ഹൗ ക്യാൻ ഇൻഡിവിജ്വൽ apply the golden rule in daily interactions to enhance their ethical health? എങ്ങനെയാണ് ആളുകൾ, അതായത് ഓരോ വ്യക്തിയും ഗോൾഡൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടത് അവരുടെ ഡെയിലി ഇൻട്രാക്ഷൻസിൽ, അതായത് എത്തിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് സോഷ്യൽ മീഡിയ എത്തിക്സ് ആൻഡ് എറ്റിക്വേറ്റ് ബൈ കരോലിൻ കോൺ ആ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഗോൾഡൻ റൂൾ ഈസ് treat others as you wish to be treated. By practicing empathy, being honest and showing kindness, people build trust and reduce conflict, which leads to a more positive and ethical sound lifestyle. അതായത് ഡെയിലി ഇൻട്രാക്ഷൻസിൽ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യണം? ഗോൾഡൻ റൂൾ അപ്ലൈ ചെയ്യണം. ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളെങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ അവരെയും, അതായത് നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ ഓണസ്റ്റ് ആയിരിക്കണം, കൈൻഡ്നെസ്, ദയുള്ള ആളായിരിക്കണം, അതുപോലെ മറ്റുള്ളവരിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. അടുത്തത്, വാട്ട് ഈസ് കാർഡ് സ്റ്റാക്കിംഗ് ആൻഡ് വൈ ഈസ് ഇറ്റ് ഇഫക്റ്റീവ് ഇൻ അഡ്വർടൈസ്മെൻറ്റ്? കാർഡ് സ്റ്റാക്കിംഗ് എന്താണ്? അഡ്വർടൈസ്മെൻറ്റിൽ എന്തുകൊണ്ടാണ് ഇത് ഇഫക്റ്റീവ് ആയിട്ടുള്ളത്?
ഇത് പ്രൊപ്പഗണ്ട ടെക്നിക്സ് ഇൻ ടുഡേസ് അഡ്വർടൈസിംഗ് ബൈ ആൻ മക്ലിൻഡോക്ക് ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കാർഡ് സ്റ്റക്കിംഗ് ഇസ് എ പ്രൊപ്പഗണ്ട ടെക്നിക് where only the positive features of a product are shown while the negative facts are hidden. It's effective because it creates one-sided perfect image that easily convinces consumers to buy the product. കാർഡ് സ്റ്റക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പോസിറ്റീവ് സൈഡ് മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളൂ, നെഗറ്റീവ് സൈഡ് അവിടെ ഒളിപ്പിച്ച് വച്ചിരിക്കുകയാണ്. ഇതുമൂലം വൺ സൈഡഡ് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. അതുമൂലം കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ എളുപ്പമാകും ആ പ്രൊഡക്റ്റ് വാങ്ങാൻ. അടുത്തത്, നത്തിങ് ഐ ഹാവ് എവർ ഡൺ ഇൻ മൈ 40 years ഹാസ് ടേക്കൺ സോ മച്ച് എഫേർട്ട്. വാട്ട് ഡസ് ഹട്ട്മാൻ മീൻ? എൻ്റെ ഈ ഒരു 47 വയസ്സിന് ഉള്ളിൽ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഹട്ട്മാൻ അങ്ങനെ പറയാൻ കാരണം? ഇതെടുത്തിരിക്കുന്നത് എ ക്രൈം ഓഫ് കമ്പാഷൻ ബൈ ബാർബറ ഹട്ട്മാൻ. Hardman is referring to the intense emotional and moral struggle of letting go or allowing a patient to die with dignity. She means that the decision to stop medical intervention was much harder than any physical task she had ever performed as a nurse. ഒരു നേഴ്സ് എന്ന നിലയിൽ ഒരു പേഷ്യൻറ്റിനെ ഡിഗ്നിറ്റിയോട് കൂടിയിട്ട് മരണത്തിലേക്ക് പറഞ്ഞയക്കുക എന്ന് പറയുന്നത് വലിയൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ഇത്രയും വലിയൊരു ടാസ്ക് ഇതുവരെ വേറൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സെക്ഷൻ ബി ആണ് ഇനി. ആൻസർ ഓൾ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 6 മാർക്ക്. 6 മാർക്കിന് എഴുതാനുള്ള ചോദ്യങ്ങളാണ്. സിലിംഗ് 24 ആണ്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാർണിംഗ് ഡസ് ഓർവെൽ ഗിവ് അബൌട്ട് വാല്യൂയിങ് സയൻസ് വിത്തൗട്ട് എ കൾച്ചറൽ ഓർ എത്തിക്കൽ ഫൗണ്ടേഷൻ? എന്ത് വാർണിംഗ് ആണ് ഓർവെൽ നൽകിയിട്ടുള്ളത്? അതായത് ഒരു കൾച്ചറൽ ഓർ എത്തിക്കൽ ഫൗണ്ടേഷൻ ഇല്ലാതെ സയൻസിനെ വാല്യൂ ചെയ്യുന്നതിൽ. ഇത് excerpt from What is Science by George Orwell. George Orwell warns that pure science, when separated from human values and ethics, can become a dangerous tool for destruction. അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ വാല്യൂസിനും എത്തിക്സ് ധാർമ്മികതക്കൊന്നും ഇമ്പോർട്ടൻസ് നൽകാതെ പ്യൂർ സയൻസിന് മാത്രം വാല്യൂ നൽകി കഴിഞ്ഞാൽ അതൊരു ഡേഞ്ചറസ് ടൂളാണ്, നാശത്തിലേക്കുള്ളൊരു ഡേഞ്ചറസ് ടൂളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. If a society values technical progress but ignores history, literature and moral philosophy, scientists may end up creating weapons of war or systems of oppression without considering the human cost. അതായത് മനുഷ്യന് വാല്യൂ കൽപ്പിക്കാതെ, അതായത് ഒരാൾ ടെക്നിക്കൽ പ്രോഗ്രസ്സിൽ മാത്രം വാല്യൂ കൊടുത്ത്, സയൻസിൽ മാത്രം വാല്യൂ കൊടുത്ത് ഹിസ്റ്ററി, ലിറ്ററേച്ചർ, മോറൽ ഫിലോസഫി ഇതിനൊക്കെ അവോയ്ഡ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അത് വലിയൊരു ഡിസ്ട്രക്ഷനിലേക്കാണ് നയിക്കുന്നത്. Orwell argues that scientific education must be balanced with a cultural education so that individuals understand why they are doing what they are doing, ensuring that progress serves humanity rather than destroying it. അപ്പോൾ ഒരു സയൻസിന് വാല്യൂ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഹ്യൂമൻ വാല്യൂസ്, കൾച്ചറൽ വാല്യൂസും കൂടെ മുറുകെ പിടിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, റൈറ്റ് എ പാരഗ്രാഫ് ഓൺ പ്രോപ്പർ സോഷ്യൽ മീഡിയ കണ്ടക്റ്റ്. നല്ല രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ കണ്ടക്റ്റ്, അതിനെക്കുറിച്ചിട്ടൊരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എക്സെപ്റ്റ് ഫ്രം സോഷ്യൽ മീഡിയ എത്തിക്സ് ആൻഡ് എറ്റുക്കേറ്റ് ബൈ കാരോലിൻ കോൺ. ഈ ഒരു വർക്കിൽ നിന്നുള്ള ചോദ്യമാണ്. പ്രോപ്പർ സോഷ്യൽ മീഡിയ കണ്ടക്റ്റ് ഓർ നെറ്റിക്വറ്റ് ഇൻവോൾവ്സ് ട്രീറ്റിംഗ് അതേഴ്സ് വിത്ത് സെയിം റെസ്പെക്റ്റ് ഓൺലൈൻ ആസ് വൺ വുഡ് ഇൻ പേഴ്സൺ. This includes being mindful of the tone of your messages, avoiding the spread of unverified fake news, and respecting the privacy of others by not sharing their personal information without consent. Constructive criticism is acceptable, but trolling or cyberbullying is a violation of ethical conduct. Additionally, users should be aware of their digital footprint, as what they post can have long-term effects on their professional and personal reputation. ഒരു പ്രോപ്പർ സോഷ്യൽ മീഡിയ കണ്ടക്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ഓൺലൈനായിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഗുഡ് ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മളെങ്ങനെയാണോ മറ്റുള്ളവർ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവരെയും ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ആ ഒരു ഗോൾഡൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ സൈബർ ബുള്ളിയിങ് നടത്താനോ അല്ലെങ്കിൽ അവരുടെ കൺസെൻറ്റ് ഇല്ലാതെ അവരുടെ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനൊന്നും നമ്മൾ നിൽക്കരുത്. അതുപോലെ നമ്മുടെ പ്രൈവസിയും മറ്റുള്ളവരുടെ പ്രൈവസിയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അടുത്തത്,
What message does the story The Broken Mirror, The Black Cat and Lots of Good Luck convey about the relationship between belief and self-confidence? അപ്പോൾ ഈ ഒരു വർക്ക് എന്ത് മെസ്സേജാണ് നൽകുന്നത് ഈ ഒരു സ്റ്റോറി ദ ബ്രോക്കൺ മിറർ ദ ബ്ലാക്ക് കാറ്റ് ആൻഡ് ലോട്ട്സ് ഓഫ് ഗുഡ് ലക്ക്? The story suggests that superstitions like broken mirror or a black cat only have power over us if we believe in them. It conveys the message that self-confidence is an internal strength that should not be shaken by external signs. When people are fearful and believe in bad luck, they lose their focus and fail. However, if one maintains strong self-belief, they can turn a bad omen into a positive situation. Ultimately, our success is determined by our mindset and actions, നോട്ട് ബൈ ആർബിട്രറി സൈൻസ് ഓഫ് ലക്ക്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്ന ദ ബ്രോക്കൺ മിറർ ദ ബ്ലാക്ക് കാറ്റ് ദ ലോട്ട്സ് ഓഫ് ഗുഡ് ലക്ക് ഇത് നൽകുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ബാഡ് ഒമൻ, ഇങ്ങനത്തെ ദുശഗുണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സയൻസ് ഇതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല, നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മൈൻഡ് സെറ്റും നമ്മുടെ ആക്ഷൻസും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്, അല്ലാതെ ഇങ്ങനത്തെയുള്ള ആർബിട്രറി സയൻസ് ഓഫ് ലക്ക് അല്ല എന്ന് പറയുന്നുണ്ട്. വാട്ട് എത്തിക്കൽ ചലഞ്ചസ് ആൻഡ് ഡേഞ്ചേഴ്സ് ഓഫ് AI ഡസ് ഹരാരി ഹൈലൈറ്റ് ആൻഡ് വൈ ഡസ് ഹി സ്ട്രെസ് ദ നീഡ് ഫോർ ഗ്ലോബൽ കോപ്പറേഷൻ? യുവൽ നോ ഹരാരി അദ്ദേഹം AI മൂലം എന്തൊക്കെ എത്തിക്കൽ ചലഞ്ചസ് ആൻഡ് ഡേഞ്ചേഴ്സ് ആണ് ഉള്ളത്, അതിനെക്കുറിച്ചിട്ട് എന്താണ് അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, അതായത് ഒരു ഗ്ലോബൽ കോപ്പറേഷൻ്റെ ആവശ്യകതയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, അതെന്തുകൊണ്ടാണ് ഇത്? ഹൗ AI വിൽ ഷേപ്പ് ഹ്യൂമാനിറ്റീസ് ഫ്യൂച്ചർ ബൈ യുവൽ നോ ഹരാരി. അപ്പോൾ ഈ ഒരു വർക്കിൽ നിന്നുള്ള ചോദ്യമാണിത്. യുവൽ നോ ഹരാരി ഹൈലൈറ്റ്സ് ദാറ്റ് AI poses a threat to democracy, privacy and the job market. He warns that AI can be used to manipulate human emotions through hacking our biological triggers, leading to a digital dictatorship. He stresses the need for global cooperation because AI technology does not respect national borders. If one country bans killer robots or intrusive surveillance while another continues to develop them, it leads to a global race to the bottom. Therefore, international laws are needed to ensure AI is developed ethically for all humanity. അപ്പോൾ അദ്ദേഹം ഇതിൽ പറയുന്നത് AI എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ ഹ്യൂമാനിറ്റിക്കും എത്തിക്കലായിട്ടുള്ള രീതിയിലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഒരു എത്തിക്കലി അത് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഹ്യൂമാനിറ്റിക്ക് തന്നെ വളരെയധികം ഡേഞ്ചറസ് ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ കോപ്പറേഷൻ അത്യാവശ്യമാണ്. അടുത്ത ചോദ്യം, ഇൻ വാട്ട് വേസ് ഡസ് എ ക്രൈം ഓഫ് കമ്പാഷൻ ചലഞ്ച് സൊസൈറ്റീസ് വ്യൂസ് അബൌട്ട് സഫറിംഗ്, മെഡിക്കൽ ഇൻ്റർവെൻഷൻ ആൻഡ് ഡെത്ത്? ഏത് രീതിയിലാണ് എ ക്രൈം ഓഫ് കമ്പാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റോറി ചലഞ്ച് ചെയ്യുന്നത്? സമൂഹത്തിലെ കാഴ്ചപ്പാടുകൾ ചലഞ്ച് ചെയ്യുന്നുണ്ട്, അതായത് അത് ഏത് രീതിയിലാണ്, അതായത് സഫറിങ്, മെഡിക്കൽ ഇൻ്റർവെൻഷൻ, ഡെത്ത്, അതിനെക്കുറിച്ചിട്ടുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്, അത് ഏത് രീതിയിലൊക്കെയാണ്? ഇത് എ ക്രൈം ഓഫ് കമ്പാഷൻ ബൈ ബാർബറ ഹട്ട്മാൻ, ഈ ഒരു വർക്കിൽ നിന്നുള്ള ചോദ്യമാണ്. ബാർബറ ഹട്ട്മാൻസ് എ ക്രൈം ഓഫ് കമ്പാഷൻ ചലഞ്ചസ് ദ ട്രഡീഷണൽ വ്യൂ ദാറ്റ് മെഡിക്കൽ സയൻസ് മസ്റ്റ് കീപ്പ് എ പേഴ്സൺ അലൈവ് അറ്റ് എനി കോസ്റ്റ്. ഏത് വില കൊടുത്തും ഒരു പേഴ്സണെ രക്ഷിക്കണം എന്നുള്ള ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷനെ ചലഞ്ച് ചെയ്യാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. It questions the morality of using advanced technology to prolong the suffering of a terminally ill patient who has no hope for recovery. അതായത് ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് പ്രതീക്ഷയില്ലാത്ത ഒരു രോഗിനെ മെഡിക്കൽ ടെക്നോളജി ഉപയോഗിച്ചു കൊണ്ട് എന്ത് വില കൊടുത്തും അയാളുടെ ജീവൻ നിലനിർത്തി പോവുക എന്നുള്ള ആ ഒരു മെഡിക്കൽ വിശ്വാസത്തെയാണ് ഈ ഒരു വർക്ക് ചോദ്യം ചെയ്യുന്നത്. The essay argues that prolonging life can sometimes be prolonging death. It suggests that true compassion might involve letting a person die with dignity rather than forcing them to endure endless pain through aggressive medical intervention. It forces society to rethink whether the quantity of life is more important than the quality of life. അതുപോലെ ഈ ഒരു വർക്കിൽ പറയുന്നത് ഒരു മനുഷ്യൻ, ഒരു രോഗി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിനോട് ഒരു കരുണ കാണിച്ച് മരണം പ്രാപിക്കാൻ അവരെ അനുവദിക്കണം
എന്നുള്ളത് കൂടിയാണ് ഇതിൽ പറയുന്നത്. ഇനി സെക്ഷൻ സി ആണ്. ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 200 വേർഡ്സ്. ലോങ്ങസ്റ്റ് ആണ് 200 വേർഡ്സിന് എഴുതാനുള്ള. 2 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം, വാട്ട് ആർ ദ 7 കാറ്റഗറീസ് ഓഫ് ബ്രാൻഡ് നെയിംസ് ദാറ്റ് ജൊനാഥൻ ബെൽ ഡിസ്ക്രൈബ്സ്. ജൊനാഥൻ ബെൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന 7 കാറ്റഗറീസ് ഓഫ് ബ്രാൻഡ് നെയിംസ്, അതിനെക്കുറിച്ചിട്ട് ഒരു ലോങ്ങസ്റ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Jonathan Bell explains that brand names can be grouped into 7 categories based on how they are created and what they communicate. The first type is descriptive names, which directly tell what the product is or does. ആദ്യത്തെ ഒരു ബ്രാൻഡ് നെയിം കാറ്റഗറി എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് നെയിംസ് ആണ്. ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കറക്റ്റ് ഇൻഫോർമേഷൻ ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഈ പ്രൊഡക്റ്റ് എന്താണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. The second is acronyms, format using the initial letters of longer names, making them short and easy to remember. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അക്രോനെയിംസ് ആണ്. അതായത് ഷോർട്ട് ഫോംസ്, KFC എന്ന് പറയുന്നതൊക്കെ ഒരു ഷോർട്ട് ഫോമാണ്. ഇത് വളരെ ഈസി ടു റിമെമ്പർ ആണ് ഇതിൻ്റെ യൂസേജ്, വളരെ ഷോർട്ടായിരിക്കും. The third type is invented or coined names, which are newly created words with no previous meaning but more become unique brand identities. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇൻവെൻറ്റർ ഓർ കോയിൻ നെയിംസ് ആണ്. അതായത് ഇത് പുതിയ വാക്കുകളായിരിക്കും, ന്യൂലി ക്രിയേറ്റഡ് വേർഡ്സ് ആണ്, പ്രീവിയസ് മീനിങ് ഉണ്ടായിരിക്കില്ല, യൂണിക് ബ്രാൻഡ് ഐഡൻറ്റിറ്റീസ് ആയിരിക്കും. The fourth category is experiential names, which describe how the product feels or what experience it gives users. നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എക്സ്പീരിയൻഷ്യൽ നെയിംസ് ആണ്. അതായത് ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത്, ഇതെന്ത് എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് ഉപഭോക്താവിന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. The fifth is evocative names, which suggest ideas, emotions or images rather than directly describing the product. ഇവോക്കേറ്റീവ് നെയിംസ് ആണ് ഫിഫ്ത്ത് കാറ്റഗറി എന്ന് പറയുന്നത്. ഇത് ഐഡിയാസ്, ഇമോഷൻസും ഇമേജസൊക്കെ ആണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഡയറക്റ്റ്ലി ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. The sixth type is founder names, where brands are named after the person who started the company. സിക്സ്ത് ടൈപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടർ നെയിംസ് ആണ്. അതായത് ഈ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫൗണ്ടറിനെ കുറിച്ചിട്ട്, ഫൗണ്ടർ ആ ഒരു പേഴ്സണെ കുറിച്ചിട്ട് വിവരങ്ങൾ നൽകുന്നതാണ് ഫൗണ്ടർ നെയിംസ് എന്ന് പറയുന്നത്. Finally, there are geographical names, which are based on places or locations. Geographical names എന്ന് പറഞ്ഞാൽ പ്ലേസ്, ലൊക്കേഷൻ, ജോഗ്രഫി അതിനെ കുറിച്ചിട്ട് ഒരു ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറിയാണ്. These categories help companies create strong, memorable and meaningful brand identities. A good brand name attracts customers, build trust and make the product stand out in the market. ഇനി അടുത്ത ലോങ്ങസ്റ്റ് എഴുതാനുള്ള ചോദ്യം, എക്സാമിൻ ദ ലോങ് ടേം സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ കോൺസിക്വൻസസ് ഓഫ് widespread reliance on painkilling drugs. The widespread use of painkilling drugs can have serious long-term effects on both individuals and society. Physically, overuse of such drugs can lead to addiction, health problems, and reduced effectiveness over time. People may become dependent on medicines even for small discomforts. Psychologically, reliance on painkillers can weaken a person's ability to handle pain naturally. It may lead to anxiety, stress, and emotional instability, as individuals depend more on drugs rather than developing mental strength. Over time, this can reduce confidence and coping skills. Socially, a drug dependence can affect relationship and daily life. People may become less productive, isolated, or irresponsible. It can also increase healthcare costs and create a burden on families and society. In extreme cases, misuse can lead to serious consequences like overdose. Therefore, while painkillers are useful when used properly, overdependence can harm both mental and social well-being. It is important to use them carefully and focus on healthy ways to manage pain. Okay, thank you. All the best.